പെർഫോമൻസ് മാർക്കറ്റിംഗ് പൊസിഷനിൽ നമ്മൾ എന്തൊക്കെ സ്കിൽസ് ആണ് വേണ്ടത്, നമ്മൾ എങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ ആക്ച്വലി എൻ്റെ കോഴ്സ് അനൗൺസ് ചെയ്തതിനു ശേഷം കുറേ പേരെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഇതിൽ എനിക്ക് ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നമ്മൾ പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ അഡ്വർടൈസ്മെന്റ് മാത്രമാണ്, അഡ്വർടൈസ്മെന്റിന്റെ ഒരു ഹയർ ലെവൽ മാത്രം നമ്മൾ തിങ്ക് ചെയ്താൽ മതി എന്നാണ് കുറേ പേര് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല. നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആസ് എ ഹോൾ ഒരു 360 ഡിഗ്രിയിൽ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെ ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, അതിലത്തെ ഓരോ ഡിപ്പാർട്ട്മെന്റ്സ്, സ്ട്രാറ്റജി ആയിക്കോട്ടെ, അഡ്വർടൈസ്മെന്റ് ആയിക്കോട്ടെ, SEO ആയിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് എങ്ങനെ ഒരു നെക്സ്റ്റ് ലെവൽ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു ഗ്രോത്ത് ഹാക്കർ അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് മാർക്കറ്റർ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ തിങ്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗിലെ എല്ലാ ടോപ്പിക്സിലും ഉള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നോളജ് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. സെയിം രീതിയിൽ തന്നെ കുറച്ചും കൂടെ ഒരു റെസ്പോൺസിബിൾ പൊസിഷനാണ് പെർഫോമൻസ് മാർക്കറ്റർ എന്ന് പറയുന്നത്, വെയർ റിസൾട്ട് മാറ്റേഴ്സ്. അപ്പോൾ ആ റിസൾട്ട് കൊണ്ടുവരാൻ എന്തൊക്കെ മെത്തേഡ്സ് ഓപ്റ്റ് ചെയ്യണം, എന്തൊക്കെ രീതിയിലൂടെ ആ ഒരു കാര്യം കൊണ്ടുപോകണം എന്നുള്ളതെല്ലാം തിങ്ക് ചെയ്യേണ്ടത് ഒരു ഗ്രോത്ത് ഹാക്കർ അല്ലെങ്കിൽ പെർഫോമൻസ് മാർക്കറ്റർ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗിലത്തെ എല്ലാ കാര്യങ്ങളെ പറ്റി നിങ്ങൾ അവെയർ ആയിരിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരിട്ട് നമുക്ക് പെർഫോമൻസ് മാർക്കറ്റർ എന്നുള്ള രീതിയിൽ കയറുന്നത് ഡിഫിക്കൽട്ട് ആയിരിക്കും. നമ്മൾ ഡെഫിനറ്റ്ലി ഒന്നെങ്കിൽ അതിന് മുന്നേ നമ്മൾ ഫ്രീലാൻസിംഗ് എല്ലാം ചെയ്ത് നമ്മളെ എല്ലാ ഏരിയാസിലും ഫെമിലർ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഇന്റർവ്യൂ കുറച്ചും കൂടി ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ ഇതുപോലത്തെ സിമിലർ ക്വസ്റ്റൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം, ഓർ യു ക്യാൻ കമന്റ്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ആൻഡ് ഫോളോ ദിസ് പേജ് ഫോർ മോർ അപ്ഡേറ്റ്സ്.